നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ 3 ഡാറ്റ പ്രോസസ്സിംഗ് വിത്ത് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് പാർട്ട് 3യിലേക്ക് സ്വാഗതം. പാർട്ട് 2ഉം പാർട്ട് 1ഉം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും പഠിക്കുകയും അതോടൊപ്പം അതിൻ്റെ അസൈൻമെൻറ്റുകൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കട്ടെ. പാർട്ട് 2വിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. ഇൻസേർഷൻ, ഡിലീഷൻ, എഡിറ്റിംഗ്, ഫ്രീസിംഗ് തുടങ്ങിയവയാണ്. പാർട്ട് 3യിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ റെഫറൻസിങ്, പേജ് ഫോർമാറ്റിംഗ്, പ്രിൻ്റ് റേഞ്ച്, ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ്, പേജ് ബ്രേക്ക്, പേജ് സ്റ്റൈൽ, പ്രിൻറ്റിങ്, അതോടൊപ്പം PDF എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ്. ഇതിലാദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് സെൽ റെഫറൻസിങ് എന്ന്. എന്താണ് സെൽ അഡ്രസ് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതായത് A3 ഈസ് എ സെൽ അഡ്രസ്. ആക്ച്വലി സെൽ അഡ്രസ്സ് തന്നെയാണ് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. പലപ്പോഴും ഫോർമുലകളിൽ നമ്മൾ ഈ സെൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് റെഫറൻസ് ചെയ്താണ് നമ്മൾ ഫോർമുലകളും ഫങ്ഷൻസും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. രണ്ട് തരം സെൽ റെഫറൻസിങ്ങുകളുണ്ട്. അതിലൊന്ന് റിലേറ്റീവ് സെൽ റെഫറൻസിങ്, മറ്റൊന്ന് അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ്. റിലേറ്റീവ് സെൽ റെഫറൻസിങ്. In relative cell referencing, the cell addresses get adjusted automatically with reference to the current cell during copying of the formula. അതായത് ഫോർമുല കോപ്പി ചെയ്യുമ്പോൾ കറണ്ട് സെല്ലിനനുസരിച്ച് അതിൻ്റെ റെഫറൻസ് ചെയ്ത സെൽ അഡ്രസ്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് ഈക്വൽ ടു D4 + E4 - G4 എന്ന ഫോർമുല തൊട്ടടുത്ത താഴെയുള്ള സെല്ലിലേക്ക് വരുമ്പോഴേക്ക് അത് D5 + E5 - G5 എന്നായിട്ട് മാറും. രണ്ടാമത്തെ ടൈപ്പ് അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് ആണ്. അതായത് റെഫറൻസ് ചെയ്യുന്ന സെൽ അഡ്രസ്സ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യില്ല. അത് കോപ്പി ചെയ്താലും എവിടത്തേക്ക് കോപ്പി ചെയ്താലും അതിൻ്റെ അഡ്രസ്സ് സെയിം കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ഇങ്ങനെ ഒരു സെൽ അഡ്രസ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടി, അതായത് ആബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ സെൽ അഡ്രസ്സിൻ്റെ രണ്ട് പാർട്ടിൻ്റെയും തൊട്ടു മുമ്പായിട്ട് $സൈൻ നൽകുകയാണ്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈക്വൽ ടു $D $4 + $E $4 - $G $4. ഇനി നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, DA ABC ലിമിറ്റഡിൻ്റെ സാലറി റിപ്പോർട്ടിൽ DA കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കാം. അവിടെ ഞാൻ ഫസ്റ്റ് എംപ്ലോയിൻ്റെ സെല്ല് സെലക്ട് ചെയ്തു. അതിൽ ഫോർമുല എൻ്റർ ചെയ്യുകയാണ്. D3 × 40 / 100 എന്ന് ഫോർമുല എൻ്റർ ചെയ്തു. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അവിടെ വന്നു, 6000 വന്നു. അത് ഞാൻ താഴെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തപ്പോൾ എല്ലാ എംപ്ലോയീസിൻ്റെയും DA കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ സെല്ലിൽ D3 ആണെങ്കിൽ നെക്സ്റ്റ് സെല്ലിൽ D4, അടുത്ത സെല്ലിൽ D5, D6 ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് സെൽ റെഫറൻസിങ്, അതായത് റിലേറ്റീവ് സെൽ റെഫറൻസിങ്. നെക്സ്റ്റ് ഞാൻ ആ DA മുഴുവൻ സെലക്ട് ചെയ്യുന്നു. ആ DA മുഴുവൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ആ DA മുഴുവൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. എന്നതിന് ശേഷം ഞാൻ പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യാണ് തൊട്ടുമുകളിൽ. ആ റോയിൽ ഞാൻ ആദ്യം, അതായത് നമ്മുടെ DAയുടെ പെർസെൻറ്റേജ് അവിടെ ഞാൻ ആദ്യം ടൈപ്പ് ചെയ്യാൻ പോവാണ്. DA പെർസെൻറ്റേജ് അവിടെ C3 എന്ന സെല്ലിൽ ഞാൻ DA പെർസെൻറ്റേജ് 40 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി DA പെർസെൻറ്റേജ് ഡയറക്റ്റ് അടിക്കുന്നതിന് പകരം ഈ C3 ആണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഞാൻ വീണ്ടും ആ സെല്ലിലേക്ക് വന്നു. അവിടെ കാണാം ഈക്വൽ ടു D3 എന്ന D4 എന്ന ബേസിക്കിൻ്റെ കൂടെ D4 × C2 എന്നത് D4 × C2
ഡിവൈഡഡ് ബൈ C2. ഇവിടെ C2 ശ്രദ്ധിക്കേണ്ട കാര്യം, C2 ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അത് എന്ത് ചെയ്യുന്നു, സെൽ റെഫറൻസിങ്ങിൽ ഡോളർ സൈൻ കൊടുക്കുന്നത്. $C$2 എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ ചെയ്തപ്പോൾ വാല്യൂ വന്നു. ആ വാല്യൂ ഞാൻ താഴേക്ക് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ഓരോ സെല്ലും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം D4 എന്നുള്ളത് ആദ്യത്തെ സെല്ലിൽ D4 ആണ്, ആദ്യത്തെ സെല്ലിൽ C2 ആണ്. ഇനി നെക്സ്റ്റ് സെല്ലിലേക്ക് പോകുമ്പോൾ D5 D6 ഒക്കെ മാറുന്നുണ്ടെങ്കിൽ കൂടി C2 മാറുന്നില്ല. C2 ഒരിക്കലും മാറാതെ നിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് തരം സെൽ റെഫറൻസിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സെൽ റെഫറൻസിങ് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് ഫോർമാറ്റിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് എന്ന ഒരു ഭാഗമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് പ്രിൻ്റ് റേഞ്ചസ് എന്ന് പറയുന്നത്. പ്രിൻ്റ് റേഞ്ചസ് സാധാരണ നമ്മളൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താണോ ആ പേജിൻ്റെ സൈസ്, അതിൻ്റെ സൈസ്, വിഡ്ത്ത്, മാർജിൻ ഒക്കെ അനുസരിച്ച് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിൻ്റാണ് ഒരു പേജിൽ വരിക. അതേസമയം നമുക്ക് ഒരു പേജിൽ എന്തു വേണമെന്ന് നമുക്ക് പ്രിൻ്റ് റേഞ്ചിലൂടെ നിശ്ചയിക്കാൻ പറ്റും. അതായത് പ്രിൻ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അലോ ടു പ്രിൻ്റ് ഓൺലി എ സ്പെസിഫിക് പാർട്ട് ഓഫ് ദി ഡാറ്റ ഓർ സെലക്റ്റഡ് റോസ് ഓർ കോളംസ് ഓൺ പേജസ്. അതായത് നമുക്ക് ഒരു സ്പെസിഫിക് പാർട്ട് മാത്രം നമുക്ക് പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെലക്റ്റഡ് റോസ് പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെലക്റ്റഡ് കോളംസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഫോർമാറ്റ് മെനുവിലെ പ്രിൻ്റ് റേഞ്ച് എന്നത് സെലക്ട് ചെയ്തിട്ട് ഡിഫൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഈ പ്രിൻ്റ് റേഞ്ച് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർമാറ്റ് മെനുവിലെ പ്രിൻ്റ് റേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് അല്ലെങ്കിൽ ക്ലിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇനി പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ എടുത്ത് നമുക്ക് ഈ പ്രിൻ്റ് റേഞ്ച് ഏത് ഭാഗമാണ് പ്രിൻ്റ് ചെയ്തതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കത് ചെയ്തു നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ABC ലിമിറ്റഡിൻ്റെ സാലറി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. എംപ്ലോയി നമ്പർ മുതൽ നെറ്റ് സാലറി വരെയുള്ള ഡീറ്റെയിൽസ് അതിലുണ്ട്. അതിൽ ഞാൻ പ്രിൻ്റ് പ്രിവ്യൂ എടുത്തു നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പേജിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് ഒരു നെറ്റ് സാലറി അവിടെയില്ല. സാധാരണ ആ സൈസിൽ അത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഇവിടെ എംപ്ലോയി നമ്പർ മുതൽ ഗ്രോസ് വരെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെയാണ് പ്രിൻ്റ് വരിക. അതായത് നമ്മളൊരു പേപ്പറിൽ പ്രിൻ്റ് എടുത്താൽ വരുന്ന പ്രിൻറ്റിങ് സ്റ്റൈലാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പ്രിൻ്റ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി എനിക്ക് ഒരു പ്രിൻ്റ് റേഞ്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ABC ലിമിറ്റഡ് കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ നമ്പറും നെയിമും ഡെസിഗ്നേഷനും മാത്രം പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എംപ്ലോയി നമ്പർ, എംപ്ലോയീസ് നെയിം, ഡെസിഗ്നേഷൻ എന്നുള്ള ആ ഏരിയ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം ഫോർമാറ്റ് മെനുവിൽ പോയിട്ട് പ്രിൻ്റ് റേഞ്ച് ഡിഫൈൻ ചെയ്യുന്നു. ഞാൻ പ്രിൻ്റ് റേഞ്ച് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഫയലിൽ പ്രിൻ്റ് പ്രിവ്യൂ വിൻഡോ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ആ ഭാഗം മാത്രമാണ് പ്രിൻ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ തുടങ്ങി 3 ഭാഗം മാത്രം. ഓക്കെ, അത് വീണ്ടും ക്ലോസ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും ആ പ്രിൻ്റ് റേഞ്ച് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. അവിടെ പ്രിൻ്റ് റേഞ്ചിൽ ക്ലിയർ എന്നടിച്ചപ്പോൾ ആ പ്രിൻ്റ് റേഞ്ച് ക്യാൻസൽ ചെയ്തു. വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. ഫയലിൽ പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുന്നു. അവിടെ വീണ്ടും നേരത്തെ ഉള്ളതുപോലെ തന്നെ എല്ലാ ഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻ്റ് റേഞ്ച് എന്താണ് എന്ന് ഇപ്പം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം പ്രിൻ്റ് റേഞ്ച് കൊണ്ട് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. നേരത്തെ ഏതെങ്കിലും ഒരു പേജിൻ്റെ ഏതെങ്കിലും ഭാഗം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിച്ചത്. ഇനി അത് ഒരു പേജിലുള്ള ചില കോളംസോ അല്ലെങ്കിൽ റോസോ എല്ലാ പേജിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയും പ്രിൻ്റ് റേഞ്ച് ഉപയോഗിക്കാം. അതിന് ഫോർമാറ്റിലെ പ്രിൻ്റ് റേഞ്ചിലെ എഡിറ്റ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പ്രിൻ്റ് റേഞ്ച് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് പ്രിൻ്റ് റേഞ്ച് ഡിഫൈൻ ചെയ്ത്. ഇവിടെ കണ്ടിട്ടുണ്ടാകും കുറേ എംപ്ലോയീസിൻ്റെ 127ഓളം എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൽ ഫയലിൽ പോയിട്ട് പ്രിൻ്റ് പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ നോക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പേജ് വന്നിരിക്കുന്നു. ഫസ്റ്റ് പേജ് വന്നു. അതിൽ ഹെഡിങ് ഒക്കെ കാണാൻ നിങ്ങൾക്ക്. സെക്കൻഡ് പേജിൽ അതിൻ്റെ ഹെഡിങ് ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് പേജിൽ ആ നീല കളറിലുള്ള ഹെഡിങ് ഉണ്ട്. അതേസമയം സെക്കൻഡ് പേജിൽ അതിൻ്റെ ഹെഡിങ് ഇല്ല. ഇനി നമുക്ക് സെക്കൻഡ് പേജിലും കൂടി ആ ഹെഡിങ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം പ്രിൻ്റ് പ്രിവ്യൂ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഫോർമാറ്റിൽ പ്രിൻ്റ് റേഞ്ചിലെ എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം
റോസ് ടു റിപ്പീറ്റ് എന്നത് സെലക്ട് ചെയ്തു. അവിടെ ഷ്രിങ്ക് ചെയ്യുകയാണ് ഞാൻ. എന്നിട്ട് ഏതാണോ റിപ്പീറ്റ് ചെയ്യേണ്ട ആ റോ 2 ഞാൻ സെലക്ട് ചെയ്തു. അതായത് റോ 1ഉം റോ 2 ഞാൻ സെലക്ട് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് കാണാം റോ 1 and 2 സെലക്റ്റഡ്. അത് അവിടെ കൊണ്ടുപോയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വന്നു റോ 1 to റോ 2, റോ 1 റോ 2 വന്നു. ഇനി നമ്മൾ ഫയലിൽ പോയിട്ട് പ്രിൻ്റ് പ്രിവ്യൂ വീണ്ടും നോക്കുകയാണ്. പ്രിൻ്റ് പ്രിവ്യൂവിൽ കാണാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പേജ് കണ്ടു. ഫസ്റ്റ് പേജിൽ ABC ലിമിറ്റഡ് ഹെഡിങ് ഉണ്ട്. ഇനി അടുത്ത സെക്കൻഡ് പേജിലേക്ക് പോയി സെക്കൻഡ് പേജിലും അത് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് പ്രിൻ്റ് റേഞ്ച് എഡിറ്റിൻ്റെ ഉപയോഗം എന്നുള്ളത്. ഫസ്റ്റ് പേജിലും സെക്കൻഡ് പേജിലും ആ ഹെഡിങ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. സെലക്റ്റഡ് റോസ് റിപ്പീറ്റ് ചെയ്യുന്നത് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രിൻ്റ് റേഞ്ചിൻ്റെ 2 ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് സെലക്റ്റഡ് പാർട്ടുകൾ പ്രിൻ്റ് ചെയ്യാനും അതോടൊപ്പം ഹെഡിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ആണ്. നിങ്ങൾക്കറിയാം ഹെഡേഴ്സും ഫൂട്ടേഴ്സും കേട്ടാൽ എല്ലാവർക്കും അറിയാം. ഹെഡർ എന്ന് പറഞ്ഞത് എല്ലാ പേജിൻ്റെയും ടോപ്പിൽ വരുന്നതാണ്. അതേസമയം ഫൂട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ പേജിൻ്റെയും താഴെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഒരു ഹെഡറും ഫൂട്ടറും ആവശ്യമായി വരും. അപ്പോൾ എങ്ങനെയാണ് ഹെഡറും ഫൂട്ടറും നമ്മൾ കൊടുക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് എന്ന മെനുവിലെ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതിന്. ചില വേർഷനിൽ അത് എഡിറ്റ് മെനുവിലായിരിക്കും. അപ്പോൾ ഇൻസേർട്ടിലോ എഡിറ്റ് മെനുവിലോ ഉള്ള ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഹെഡേഴ്സും ഫൂട്ടേഴ്സും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പേജ് ഒന്ന് ശ്രദ്ധിക്കുക. ആ ഫയലിൽ പോയിട്ട് ഞാൻ പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുന്നു. പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ പേജിൻ്റെ മുകളിൽ ഒരു ഹെഡർ വന്ന് കാണാം, ഷീറ്റ് 3. ഡിഫോൾട്ടായിട്ട് കാൽക്ക് കൊടുത്തിരിക്കുന്ന ഹെഡറാണ് ഷീറ്റ് 3 എന്നുള്ളത്. തൊട്ട് താഴെ ഫൂട്ടറും കാണാം, പേജ് 1 എന്ന ഫൂട്ടറും കാണാം. ഇനി നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഹെഡറും ഫൂട്ടറും കൊടുക്കാൻ പോവുകയാണ്. അതിന് ഞാൻ പ്രിൻ്റ് പ്രിവ്യൂ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഇൻസേർട്ട് മെനുവിൽ പോകുന്നു. അവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ സെലക്ട് ചെയ്യുന്നു. ഹെഡർ ആൻഡ് ഫൂട്ടർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ 2 ടാബ് ഉണ്ട്, ഹെഡർ ഫൂട്ടർ. ഞാൻ ഹെഡർ സെലക്ട് ചെയ്തു. അതിൽ 3 ഏരിയ ഉണ്ട്, ലെഫ്റ്റ് ഏരിയ, സെൻറ്റർ ഏരിയ, റൈറ്റ് ഏരിയ. ലെഫ്റ്റ് ഏരിയയിൽ ഞാൻ ABC ലിമിറ്റഡ് എന്ന് കൊടുക്കുന്നു. സെൻറ്റർ ഏരിയയിലെ ഷീറ്റ് 3 എന്നുള്ളത് ഞാൻ ഒഴിവാക്കിയിട്ട് അവിടെ സെയിൽസ് റിപ്പോർട്ട്, സാലറി റിപ്പോർട്ട് എന്ന് കൊടുക്കുന്നു. റൈറ്റ് ഏരിയയിൽ ഞാൻ ഡേറ്റ് ആണ് കൊടുക്കുന്നത്. ഡേറ്റ് താഴെ നിങ്ങൾക്ക് കാണാം കസ്റ്റം ഹെഡർ എന്നുള്ളത് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് വെച്ചു. ഇനി ഞാൻ അടുത്തത് ഹെഡർ കൊടുത്തു കഴിഞ്ഞു. ഫൂട്ടർ സെലക്ട് ചെയ്യാണ്. ഫൂട്ടറിൽ അതേപോലെ 3 ഏരിയകളുണ്ട്. സെൻറ്റർ ഏരിയയിലെ പേജ് 1 ഞാനെടുത്ത് റൈറ്റ് ഏരിയയിലേക്ക് മാറ്റുകയാണ്. അതായത് റൈറ്റ് സൈഡ്, ഫൂട്ടറിൽ റൈറ്റ് സൈഡിലാണ് നമുക്ക് വേണ്ടത്. അവിടെ പേജ് 1 എന്നുള്ളത് കൊടുക്കുന്നു. എങ്ങനെ 2 ഹെഡർ ഫൂട്ടർ സെലക്ട് ചെയ്തു, ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ഫയൽ പ്രിൻ്റ് പ്രിവ്യൂ വീണ്ടും നോക്കാം. പ്രിൻ്റ് പ്രിവ്യൂവിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് പേജ് തന്നെ വന്നത് കാണാം. ABC ലിമിറ്റഡ് എന്ന ലെഫ്റ്റ് ഏരിയ, സാലറി റിപ്പോർട്ട് സെൻറ്ററിൽ, ഡേറ്റ് റൈറ്റ് കാണാം. ഇതിൻ്റെ താഴെ കാണാം പേജ് നമ്പർ, പേജ് 1 എന്ന് കാണാം. ഇനി നമ്മളത് നെക്സ്റ്റ് പേജിലേക്ക് പോയാൽ അത് പേജ് 2 ആയി മാറിയത് കാണാം. അതേപോലെ മുകളിലുള്ള ടോപ്പിൽ ഇന്നത്തെ ഡേറ്റ് വന്നതും കാണാം. ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേജ് ബ്രേക്സ് എന്ന ഒരു ഓപ്ഷനാണ്, ഒരു ഫീച്ചറാണ്. അതായത് പേജ് ബ്രേക്കുകൾ എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് ഒരു പേപ്പറിൻ്റെ സൈസും അതോടൊപ്പം അതിൻ്റെ മാർജിൻ സെറ്റിങ്സൊക്കെ അനുസരിച്ച് അതിൽ കൊള്ളാവുന്ന ഒരു കണ്ടൻ്റാണ് ആ പേപ്പറിൽ ഉണ്ടാകുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാൽക്ക് സോഫ്റ്റ്വെയർ തന്നെ പേജുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം നമുക്ക് തോന്നുകയാണ് ഒരു പേജിൽ ഇത്ര കണ്ടൻറ്റേ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാനുവലായിട്ട് പേജ് ബ്രേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മാനുവൽ പേജ് ബ്രേക്ക് കൊടുക്കുന്നത് 2 രീതിയിൽ കൊടുക്കാം. റോ പേജ് ബ്രേക്കും കൊടുക്കാം, കോളം പേജ് ബ്രേക്കും കൊടുക്കാം. ഇൻസേർട്ടിലെ പേജ് ബ്രേക്ക് അല്ലെങ്കിൽ മാനുവൽ ബ്രേക്ക്, അതിൽ റോ ബ്രേക്ക് അല്ലെങ്കിൽ കോളം ബ്രേക്ക് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പേജ് ബ്രേക്ക് കൊടുക്കുന്നത്. ഇനി നമ്മൾ കൊടുത്ത പേജ് ബ്രേക്ക് റിമൂവ് ചെയ്യണമെങ്കിലും നമുക്ക് അതിൽ ഓപ്ഷൻസ് ഉണ്ട്. അതിന് എഡിറ്റിലെ ഡിലീറ്റ് പേജ് ബ്രേക്ക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എഡിറ്റിലെ ഡിലീറ്റ് പേജ് ബ്രേക്കിൽ റോ ബ്രേക്ക്, കോളം ബ്രേക്ക് ഇതേതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പേജ് ബ്രേക്ക് റിമൂവ് ചെയ്യാനും പറ്റും. എങ്ങനെയാണ് പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫയലിൽ ഞാൻ ആദ്യം പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുന്നു. പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആദ്യത്തെ പേജിൽ ആ പേജിൽ കൊള്ളാൻ പറ്റുന്ന അത്ര, അതായത് ആ പേജിൻ്റെ സൈസിനനുസരിച്ചുള്ള ഡാറ്റകൾ കാണാം. നെക്സ്റ്റ് പേജിലാണ് ബാക്കിയുള്ളത്, നെക്സ്റ്റ് പേജിലും വന്നത് കാണാം. ഞാൻ ഈ പ്രിൻ്റ് പ്രിവ്യൂ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം പേജ് ബ്രേക്ക് കൊടുക്കാൻ പോകണം. അതായത് 10 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഫസ്റ്റ് പേജിൽ വേണ്ടൂ. അതിന് ഞാൻ തൊട്ടടുത്ത 11th റോയിലെ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. 11th റോയിലെ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ
ഇൻസേർട്ടിൽ പോയിട്ട് പേജ് ബ്രേക്ക് സെലക്ട് ചെയ്യുന്നു. പേജ് ബ്രേക്കിൽ റോ ബ്രേക്ക് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ കാണാം നിങ്ങൾക്കൊരു ലൈൻ ബോൾഡായിട്ട് വന്നത് കാണാം. അവിടെ പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ഞാൻ വീണ്ടും അടുത്ത 10 എംപ്ലോയീസ് കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പേജ് ബ്രേക്ക് ഇടാൻ പോവുകയാണ്. അവിടെ 21ാമത്തെ സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. അവിടെ വീണ്ടും ഒരു പേജ് ബ്രേക്ക് ഇട്ടു. അപ്പോൾ 2 പേജ് ബ്രേക്കുകൾ വന്നു. ഇവിടെ ഇനി നിങ്ങൾ പ്രിൻ്റ് പ്രിവ്യൂ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് പേജിൽ 10 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജിൽ അടുത്ത 10 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നു. ബാക്കി ഉള്ളത് അടുത്ത പേജിലാണ് വരുന്നത്. ഞാൻ ക്ലോസ് ചെയ്തു. റോ ബ്രേക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റിൽ ഡിലീറ്റ് പേജ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് 2 റോ ബ്രേക്ക് നമ്മളിട്ട 2 റോ ബ്രേക്കുകളും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് കോളം ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്? അതായത് സെലക്ടഡ് കോളം മാത്രം കഴിഞ്ഞിട്ട് ബാക്കി അടുത്ത പേജിലേക്ക് വരണം. അതിനുവേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ എവിടെയാണോ നമുക്ക് ബ്രേക്ക് ഇടേണ്ടത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സെല്ല് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ആദ്യത്തെ 3 കോളം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് ഇടുന്നത്. അപ്പോൾ 4ാമത്തെ കോളത്തിൽ ഒരു സെല്ല് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇൻസേർട്ടിൽ പേജ് ബ്രേക്കിൽ കോളം ബ്രേക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബോൾഡ് ലൈൻ അവിടെ വന്നത് കാണാം. ഇനി നമ്മൾ പ്രിൻ്റ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്രിൻ്റ് പ്രിവ്യൂവിൽ 3 കോളം മാത്രമാണ് ആദ്യത്തെ പേജിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ അതിൻ്റെ അടുത്ത 3 കോളം, അതിൻ്റെ തൊട്ടടുത്ത പേജിലാണ് ബാക്കിയുള്ളത് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പേജ് ബ്രേക്ക്, കോളം ബ്രേക്ക് ഇടുന്നതും റോ ബ്രേക്ക് ഇടുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം അത് റിമൂവ് ചെയ്യുന്നതും ഞാൻ ഇപ്പോൾ കോളം ബ്രേക്ക് കൂടി റിമൂവ് ചെയ്തു. അപ്പോൾ റിമൂവ് ചെയ്യുന്നതും ഇൻസേർട്ട് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പേജ് ബ്രേക്ക് എങ്ങനെ നൽകാം എന്ന് നമ്മൾ മാനുവലായിട്ട് എങ്ങനെ നൽകാം എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പേജ് സ്റ്റൈൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നതാണ്. അപ്പോൾ പേജ് സ്റ്റൈലും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാൽക്കിലുണ്ട്. അതിന് അതായത് പേപ്പർ സൈസ്, അതിൻ്റെ ഫോർമാറ്റ്, പേജ് ഓറിയൻറ്റേഷൻ, മാർജിൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഫോർമാറ്റിലെ പേജ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചിത്രത്തിൽ അതിൻ്റെ ഒരു വിൻഡോ നിങ്ങൾക്ക് വന്നത് കാണാം. ഇനി എങ്ങനെയാണത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം അതിൻ്റെ കൂടെ നമ്മൾ പേജ് സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായി കഴിഞ്ഞാൽ എങ്ങനെ അത് പ്രിൻ്റ് ചെയ്യാനുള്ള കമാൻഡ് ഏതാണെന്ന് ഇവിടെ നമ്മൾ പഠിക്കണം. അതിന് ഫയലിലെ പ്രിൻ്റ് അല്ലെങ്കിൽ Ctrl+P എന്ന ഓപ്ഷനാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതോടൊപ്പം അവസാനമായിട്ട് ഈ എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെ ചെയ്തു വെച്ച നമ്മൾ സ്റ്റൈൽ ആക്കി വെച്ച, അതായത് നമ്മുടെ ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്ത് പേജ് ഫോർമാറ്റിംഗ് ഒക്കെ നടത്തി ചെയ്തു വെച്ച കാര്യങ്ങൾ നമുക്ക് PDF കൂടി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. PDF നമുക്കറിയാം പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നുള്ളതാണ് PDF. അതായത് ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ PDF നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. PDF കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ പോയിട്ട് എക്സ്പോർട്ട് ആസ് PDF എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പേജ് സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പിന്നെ എംപ്ലോയി നമ്പർ മുതൽ നെറ്റ് സാലറി വരെയുള്ള ഡീറ്റെയിൽസാണ് ഇതിലുള്ളത്. അതിൽ പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇവിടെ നെറ്റ് സാലറി വരുന്നില്ല. അതായത് ഈ പേപ്പറിൻ്റെ സൈസ് അനുസരിച്ച് ഈ എല്ലാ ഡാറ്റയും ഇതിൽ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാ ഡാറ്റയും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഇതിൻ്റെ സ്റ്റൈൽ മാറ്റാം. ഞാനിവിടെ പ്രിൻ്റ് പ്രിവ്യൂ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഫോർമാറ്റിലെ പേജ് സെലക്ട് ചെയ്യുന്നു. പേജ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരുന്നത് കാണാം. അതിൽ പേജ് എന്ന ടാബിൽ ഫോർമാറ്റ് A4 മുതൽ A3, B3 എന്നൊക്കെയുള്ള ഫോർമാറ്റുകളുണ്ട്. അതിൽ A4 സെലക്ട് ചെയ്യുന്നു. അവിടെ വിഡ്ത്ത് ഹൈറ്റ് വേണം നമുക്ക് ഓൾറെഡി ഉള്ളത് ചേഞ്ച് ചെയ്യാം. അതോടൊപ്പം ഓറിയൻറ്റേഷൻ നിങ്ങൾ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഉണ്ട്. കുത്തനുള്ളത് പോർട്രേറ്റും അതേസമയം വിലങ്ങനെ കാണുന്നതാണ് ലാൻഡ്സ്കേപ്പ് എന്നുള്ളത്. അപ്പോൾ ലെങ്ത് വൈസ് വേണോ വിഡ്ത്ത് വൈസ് വേണോ എന്നുള്ള സെലക്ട് ചെയ്യുന്നതാണ് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും. ഞാനവിടെ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തു. അതോടൊപ്പം മാർജിൻസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതോടൊപ്പം അലൈൻമെൻറ്റ്, ടേബിൾ അലൈൻമെൻറ്റ്, അതായത് കണ്ടൻറ് അലൈൻമെൻറ്റ് ഹോറിസോണ്ടലും വെർട്ടിക്കലും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അങ്ങനെ അതൊക്കെ ഞാൻ അവിടുത്തെ ഹോറിസോണ്ടൽ വെർട്ടിക്കൽ സെലക്ട് സെൻറ്ററിലേക്കാക്കി ഓക്കെ പ്രസ് ചെയ്തു. ഇനി ഞാൻ ഫയലിൽ വീണ്ടും പ്രിൻ്റ് പ്രിവ്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും, അതായത് ഇവിടെയുള്ള നെറ്റ് സാലറി വരെ ഡീറ്റെയിൽസ് വളരെ വൃത്തിയായിട്ട് ആ ഓറിയൻറ്റേഷൻ മാറ്റിയപ്പോൾ എല്ലാം നമുക്ക് ആ പേപ്പറിൽ കാണാൻ സാധിച്ചു. പ്രിൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പ്രിൻ്റ്, അതിന് ഫയലിൽ പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാം ജനറൽ എന്ന ടാബിൽ പ്രിൻ്റർ, നിലവിലുള്ള പ്രിൻ്ററുകൾ അവിടെ ഉണ്ടാകും. അതിലേതെങ്കിലും പ്രിൻ്റർ സെലക്ട് ചെയ്യാം.
അതോടൊപ്പം റേഞ്ച് സെലക്ട് ചെയ്യാം, സെലക്ടഡ് ഷീറ്റ് മാത്രം വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം, അതോടൊപ്പം പേജസ് ഏതൊക്കെ പേജസ് പ്രിൻ്റ് ചെയ്യാം എന്നുള്ള സെലക്ട് ചെയ്യാം, ഓൾ പേജ് വേണോ അല്ലെങ്കിൽ പേജിൻ്റെ റേഞ്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, നമ്പർ ഓഫ് കോപ്പീസ് കൊടുക്കാം. ഇതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് കോപ്പീസ് ഓൾറെഡി 1 ഉണ്ടാകുക, വേണമെങ്കിൽ 2, 3 എന്നൊക്കെ നമുക്ക് മാറ്റാം. ഇതൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പേജ് ലേഔട്ട്, പ്രിൻ്റിലെ പേജ് ലേഔട്ട് സെലക്ട് ചെയ്യും. ഇപ്പോൾ 1 ആണ്, ഒരു ഷീറ്റിൽ 1 ആണ് വരുന്നത്. അതേസമയം ഒരു ഷീറ്റ് 4, 3 എന്നൊക്കെ നമുക്ക് വരുത്താം. ഈ 4 ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ 4 ഷീറ്റ് വരുന്നതിൻ്റെ ഓർഡർ 1, 2, 3, 4 എന്ന ഓർഡർ നമുക്ക് പല രീതിയിൽ മാറ്റാം. ആദ്യം 1, 3, 2, 4 ആക്കാം, 1, 2, 3, 4 ആക്കാം. ഇങ്ങനെയൊക്കെ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അനുസരിച്ച് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുത്താൽ നമുക്ക് പ്രിൻറ്റിങ് നടത്താം. ഇനി അടുത്തത് എങ്ങനെയാണ് എക്സ്പോർട്ട് ആസ് PDF. അതിന് ഫയലിലെ എക്സ്പോർട്ട് ആസ് PDF സെലക്ട് ചെയ്യുന്നു. അതിൽ റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാം, ഓൾ പേജസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെലക്ഷൻ ഭാഗം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇമേജിൻ്റെ കംപ്രഷൻ സെലക്ട് ചെയ്യാം. ഇനി വാട്ടർമാർക്ക്, അതിൻ്റെ തൊട്ട് താഴെ വാട്ടർമാർക്ക്, അതായത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വേണ്ട വാട്ടർമാർക്ക് വേണമെങ്കിൽ അവിടെ സൈൻ വിത്ത് വാട്ടർമാർക്ക് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണോ വാട്ടർമാർക്ക് വേണ്ടത് അതവിടെ കൊടുക്കുക. ഞാനിവിടെ ABC ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേര് എന്ത് ചെയ്യുന്നു, വാട്ടർമാർക്കായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുന്നു. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ എവിടെയാണ് സേവ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കും. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സേവ് ചെയ്തു, സാലറി 1 എന്ന പേരിൽ തന്നെ സേവ് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് കാണാം ഡെസ്ക്ടോപ്പിൽ സാലറി 1 എന്ന PDF ഞാൻ ഓപ്പൺ ചെയ്ത് കാണുന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ പേജിൻ്റെയും താഴെ വാട്ടർമാർക്ക്, ലൈറ്റ്ലി കളേർഡ് അല്ലേ, ടെക്സ്റ്റ് ഓർ ഇമേജ് ആണ് വാട്ടർമാർക്ക് എന്നറിയാം, അത് താഴെ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടും കൂടി കഴിഞ്ഞു. അതായത് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാഠം എന്നുള്ളത്, അതായത് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത്. നിങ്ങൾ ലൈഫിൽ നിങ്ങൾ എവിടെ പോകുമ്പോഴും, അതായത് നിങ്ങളൊരു വിദ്യാർത്ഥി ആയാലും നിങ്ങളൊരു അധ്യാപകനായാലും നിങ്ങൾ മറ്റൊരു മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ആവശ്യമായി വരും. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ പേജ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സും PDF-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സെൽ റെഫറൻസിങ് കൂടി നമ്മളിതിൽ പഠിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് ഇവിടെ നൽകുന്നു. ഈ അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്ത് മറ്റ് അസൈൻമെൻറ്റുകൾ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.